ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വേഗത്തിൽ പറയാം. കഴിഞ്ഞ ദിവസം എഴുതിയ പോയിന്റിനോട് ചേർത്ത് നിങ്ങൾ എഴുതണം. കാര്യം വാക്യങ്ങൾ ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരാൾ ഓർപ്പിച്ചു. അതിൻ്റെ വാക്യങ്ങൾ കൂടി തന്നാൽ ഞങ്ങൾക്ക് അതിനോട് ചേർത്ത് നോട്ട് ചെയ്യാം. അതിലൊന്ന് നമ്മൾ പറഞ്ഞത് ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് എങ്ങനെയാണ് 5 വിധത്തിൽ നമുക്ക് ദൈവമായിട്ട് ബന്ധപ്പെട്ടിരിക്കാം, കണക്ട് ചെയ്തിരിക്കാം. അതിലൊന്ന് നമ്മൾ പറഞ്ഞത് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതിന് ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 8 ആണ്. ഓക്കെ, അത് നമുക്ക് പേഴ്സണൽ റിലേഷൻ, വാക്കിംഗ് ഡെയിലി വിത്ത് ഹിം ഇൻ ഫെയ്ത്ത്, പ്രയർ, ഒബീഡിയൻസ്, എന്ത് വേണമെങ്കിലും നമുക്ക് അതിന് ആഡ് ചെയ്യാം. അപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പദത്തിന് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 8 നമുക്ക് തൽക്കാലം നമുക്ക് കുറിക്കാം. രണ്ടാമത്തെ എന്താണ്? ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഹോൾ ഹാർട്ടഡ്ലി. ഇന്റിമേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ ഹാർട്ടഡ്ലി ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. അതിന് ഒന്ന് രണ്ട് വാക്യങ്ങൾ എഴുതിക്കോ. സങ്കീർത്തനം 42:1. എന്താണ് ആ വാക്യം? നിങ്ങൾക്കറിയാം. മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അപ്പോൾ തന്നെ 63:3-4. ഉത്തമഗീതം 2:16. Song of Songs chapter 2 verse 16. ഉത്തമഗീതം 2:14 എഴുതിക. My beloved is mine and I am his. My beloved is mine, I am his എന്നാണ് ഉത്തമഗീതം 2:16. അതിനെയാണ് നമ്മൾ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ എന്താണ്? കൺസിസ്റ്റന്റ് റിലേഷൻഷിപ്പ്, നിരന്തരമായ ബന്ധം എന്നുള്ളതാണ്. 1 Thessalonians chapter 5 verse 16-18. 1 Thessalonians chapter 5 16-18. ഇനി വേണം ഡാനിയൽ 6:10. ഡാനിയൽ 6:10 എല്ലാവർക്കും അറിയാം. എന്താ ഡാനിയൽ 6:10? ഞാൻ രാവിലെയും ഉച്ചക്കും, അടുത്ത പറഞ്ഞേ, വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും എന്ന പദം സങ്കീർത്തനത്തിലുണ്ട്. പക്ഷെ ഇത് 3 നേരം ഇടപെടാതെ നിരന്തരമായി കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്നലകളിൽ ജെറൂശലേമിൽ സ്വദേശത്ത് ശീലിച്ച മാതൃകകൾ മറന്നു പോകാതെ അന്യദേശത്ത്, അന്യരാജ്യത്ത് ഒരു ബാബിലോൺ എന്ന് പറയുന്ന സംവിധാനത്തിൽ വരുമ്പോഴും അത് നഷ്ടപ്പെടുത്താതെ കൺസിസ്റ്റന്റ് ആയി ആ സ്നേഹം, ആ പ്രാർത്ഥന ജീവിതം ആര് തുടരുകയാണ്? ദാനിയേൽ തുടരുകയാണ്. അതിനെയാണ് കൺസിസ്റ്റന്റ് ലവ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് യോഹന്നാൻ 15:16. അതെന്നാ 15:16? എല്ലാവർക്കും അറിയാലോ. 15:16 എന്താ? നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിങ്ങളിൽ നിലനിൽക്കേണ്ടതിനും. കൺസിസ്റ്റന്റ്, ആ ഫലം, ആ ഫ്രൂട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാളിൽ തുടരുന്ന അനുഭവത്തെയാണ് കൺസിസ്റ്റന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് അത് തുടരുകയാണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന റിലേഷനാണ് കൺസിസ്റ്റന്റ് ലവ് എന്ന് പറയുന്നത്. നാലാമത്തേത് ഗ്രോയിങ്, ഇവാഞ്ചുവലി ഗ്രോയിങ് റിലേഷൻഷിപ്പ്. എന്താണ് ഇവാഞ്ചുവലി എന്ന് പറയുന്നത്? ഇവാഞ്ചുവലി ഒരു സഡൻ ഗ്രോത്ത് അല്ല. ഇവാഞ്ചുവലി ടൈം എടുത്താണ് നമുക്ക് ദൈവസന്നദ്ധയിൽ നമുക്ക് ആ നിലയിൽ വളരാൻ കഴിയുകയുള്ളൂ. നീതിമാൻ പന പോലെ അല്ലെ വളരുമെന്നാണ്. പന പോലെ എന്ന് പറഞ്ഞാൽ, പന എന്ന് പറഞ്ഞാൽ വളരെ സാവധാനത്തിലായിരിക്കും അത് വളരുന്നത്. അത് സാഹചര്യം അതിന് വളരാൻ സാധാരണ നിലയിൽ പന എന്നുള്ളത് നമ്മൾ സാധാരണ നല്ല മണ്ണിൽ കൊണ്ടുപോയി നട്ടക്ക് വെള്ളമൊഴിച്ച് തടമെടുത്ത് വളമൊഴിച്ച് ഒന്നും വളർത്തിക്കൊണ്ട് വരുന്ന ഒന്നല്ല. പന ഏത് ക്ലൈമറ്റിലും വളരുന്ന ഒരു വൃക്ഷമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഏത് സാഹചര്യത്തിലും അത് ടൈം എടുത്താലും അത് ഇവാഞ്ചുവലി ഗ്രോയിങ് ഫെയ്ത്ത് അല്ലെ ഗ്രോയിങ് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരണം. 1 Peter 3:18, Colossians 1:10, Psalms 92:12-13. 92:12-13 എന്താണെന്നറിയാവോ?
12:11 വായിച്ചു. 12 വളരെ വളരെ സുപ്രധാന. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. അടുത്തത് വാർദ്ധക്യത്തിലും. അപ്പോൾ ഒരു ടീനേജ് കഴിയുമ്പോൾ ഈ വളർച്ച നിൽക്കുന്നില്ല. ഒരു യൂത്ത് എന്ന് പറയുന്ന തലത്തിലേക്ക് വരുമ്പോൾ ഈ വളർച്ച കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണ്. ഇനി ഒരു അഡൾട്ട് എന്ന് പറയുന്ന ആ ഒരു നിലവാരത്തിലേക്ക് വരുമ്പോൾ വളർച്ച തുടരുകയാണ്. ഇപ്പോൾ ബൈബിൾ പറയുന്നത് പ്രായമായ ഓൾഡ് ഏജിലും ഇവാഞ്ചുവലി ഗ്രോയിങ് പ്രോസസ്സിലേക്ക് ഒരാൾ വരികയാണ്. ഇപ്പൊ ഒരു ഇൻഫന്റ് അല്ല, ഇപ്പോൾ ഒരു ചൈൽഡ് അല്ല, അത് കഴിഞ്ഞൊരു ടീനേജ് അല്ല, അത് കഴിഞ്ഞൊരു യൂത്ത് അല്ല, അത് കഴിഞ്ഞൊരു അഡൾട്ട് എന്ന് പറയുന്ന തലമുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓൾഡ് ഏജിലേക്ക് വരുമ്പോഴും ഇവിടെ പറയുന്ന ഇവാഞ്ചുവലി ഗ്രോയിങ് റിലേഷനിലാണ്. പ്രായമായാലും അങ്ങനല്ലേ, വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കും, ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, വളർന്നുകൊണ്ടേ ഇരിക്കുന്ന റിലേഷൻ. The final one, an inseparable relationship. Nothing can break the bond of his love. It's secure, unbreakable. Romans chapter 8 verse 38. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാര്? Unbreakable. No one can separate me from the love of God. 8:38 and 39. മറ്റൊരു വാക്യം നമുക്കറിയാം, അത് വാക്യം ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് യോഹന്നാൻ 6 തോന്നുന്നു. പത്രോസ് പറയുന്നത് നിങ്ങളും എന്നെ വിട്ട് പോയിക്കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്ന ഒരു പദമുണ്ട്. ആ പദം എങ്ങനെയാണ്? നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നോ വൺ ക്യാൻ സെപ്പറേറ്റ് us. എനിക്ക് നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്ക് നിൽപ്പാൻ കഴിയുകയില്ല, കാരണം നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. എവർലാസ്റ്റിംഗ് വേർഡ് ഈസ് വിത്ത് യു, സോ വേർ ക്യാൻ വി ഗോ എന്ന് പത്രോസ് പറയുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും എല്ലാ ആ പോയിന്റിന്റെയും റെഫറൻസ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തന്നു കഴിഞ്ഞു. അപ്പൊ അടുത്ത ചിന്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രധാനമായി 2 ചിന്തകളാണ്. എൻ്റെ ഗോഡ്ലിനെസ്സിലേക്കുള്ള വളർച്ചയിൽ എനിക്ക് വേണ്ടതായ പ്രധാനമായ 2 കാര്യങ്ങളുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. To grow in the holiness or in the godliness, Bible says we need to have 2 things very much in our life which can make you grow in godliness. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, വളരാൻ താല്പര്യമുള്ളവനിൽ ആദ്യം വേണ്ടതാണ് ഹംഗ്രിയാണ്. എന്താ വേണ്ടത്? ഹംഗ്രി. വിശപ്പിലൂടെയാണ്. വിശപ്പില്ലാത്ത ഒരാളിൽ നമുക്ക് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. വിശപ്പുണ്ടെങ്കിലേ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുകയുള്ളൂ. ഭക്ഷണം കഴിച്ചെങ്കിലേ ഒരാൾക്ക് വളരാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗോഡ്ലിനെസ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടാൻ ഉള്ളതായ താല്പര്യം എന്നിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ടതായ ഒരു സ്വഭാവത്തെയാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. They should be hungry. അതെവിടെയാണ്? എവിടെയുണ്ട് ആ പദം? മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 3 അല്ലെ? ഭാഗ്യവർണ്ണനകൾ അല്ലെ? ബിയാറ്റിറ്റ്യൂഡ്സിൽ നമ്മൾ കാണുന്ന മൂന്നാമത്തെ വാക്യത്തിൽ ഒന്നാമത്തേതായ ഇത് ബ്ലെസ്സഡ്നെസ്സിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്. ദ ഫസ്റ്റ് ബ്ലെസ്സഡ്നെസ് ഇൻ ദി ബിയാറ്റിറ്റ്യൂഡ്സ് in the Sermon on the Mount, it says, blessed is the man, the poor. ബാക്കി 3 വായിച്ചേ. ഒരു പദമല്ലേ? Blessed are the poor in spirit. Correct. Thank you. Blessed are the poor in spirit. എന്താണ്?
അതിനർത്ഥം ആത്മാവിൽ ദരിദ്ര, ആത്മാവിൽ പപ്പരത്വം ഉണ്ടാകുക എന്നുള്ളത് അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്, അല്ലേ? നമുക്കറിയാം, പലവട്ടം നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒത്തിരി സമയം അതിനകത്ത് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. നമ്മളത് മൂലഭാഷയിലേക്ക് വരുമ്പോൾ ടോക്കോസ് എന്ന് പറയുന്ന പദമാണ്. ടോക്കോസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ബെഗ് എന്നാണ്. ബെഗ്, യാചിക്കുക, ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യനെ കുറിക്കുന്ന പദമാണ് ടോക്കോസ്. അപ്പൊ പൂർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്ന പദം നമ്മൾ മൂലഭാഷയുടെ സഹായത്തോടെ പഠിച്ചാൽ പൂർ എന്ന് പറയുന്ന പദത്തിന് ടോക്കോസ് എന്ന് പറയുന്ന മൂലപദം. ടോക്കോസ് എന്ന് പറഞ്ഞാൽ ബെഗ് എന്നാണ്, ബെഗർ എന്നാണ് അതിനർത്ഥം. ബെഗറിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒത്തിരി ബെഗറിനെ കണ്ടിട്ടുണ്ടല്ലേ? അവർക്കൊരു നാണമില്ല നമ്മളോട് ബെഗ് ചെയ്യാൻ. കൊടുത്തില്ലേലും വണ്ടിയിൽ മുട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ എനിക്ക് അങ്ങനെ ഞാൻ ബെഗറിനെ ഒന്നും കണ്ടിട്ടില്ല. നാട്ടിലാണെങ്കിൽ സിഗ്നലിൽ കൊണ്ടൊന്ന് വണ്ടി നിർത്തിയാൽ മതി. ഇപ്പൊ പുതിയ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ സോപ്പ് വെള്ളം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അവർ തന്നെ അത് ക്ലീൻ ചെയ്ത് തരും. അത് ബെഗ് ചെയ്യുന്നൊരു മോഡേൺ സ്റ്റൈൽ ഓഫ് ബെഗിങ് ആണത്. അപ്പോൾ അത് ബെഗ് ചെയ്യേണ്ടി വരുന്നില്ല. സോപ്പ് വെള്ളം ഒഴിച്ച് ഗ്ലാസ് ഒന്ന് കഴുകി ആ സോപ്പ് ക്ലീൻ ചെയ്തങ്ങ് മാറ്റും. ബെഗ് ചെയ്യേണ്ട, ഇവൻ ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണെന്ന് കണ്ടുകൊണ്ട് അവൻ 5 രൂപ കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മോഡേൺ സ്റ്റൈൽ ഓഫ് ബെഗിങ്. ഹലോ, അതൊരു പ്രത്യേക ബെഗിങ് ആണ്, അല്ലേ? പണ്ടാണ് അമ്മേ അമ്മ എന്നൊക്കെ പറഞ്ഞ് വീടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക. അതിന് ഒത്തിരി ഓൾഡ് ബെഗിങ് ആണ്. അവരും കുറെ കൂടിയൊക്കെ കാലം പോകുന്നവരും ബെഗേഴ്സും സ്റ്റാൻഡേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഉറങ്ങുന്ന പാത്രമായിട്ട്, പൊളിഞ്ഞ പാത്രമായിട്ട് വീട്ടിൽ വന്ന് അമ്മേ എന്ന് പറഞ്ഞൊരു വിളിക്കും. ആ വിളി കേൾക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ വാതിൽ തുറക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അത്ര ദാരിദ്ര്യമായ ഒരു വിളിയായിരുന്നു പണ്ട് കാലത്തുള്ള. ഇപ്പോൾ ബെഗേഴ്സ് അവർ പ്രോഗ്രസീവായി. ഇപ്പൊ നമ്മൾ ചോദിക്കും, തന്നില്ലെങ്കിൽ ഉടനെ നമ്മൾ വിട്ടേച്ച് പോയിട്ട് ചിലപ്പോൾ ഒരു പ്രേതം ബ്രേക്കുകളെ അവരെ. പിന്നെ 1 രൂപ 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു പോകുന്ന ബെഗേഴ്സും ഉണ്ട്. അതുകൊണ്ട് അവരുടെ സ്റ്റാൻഡേർഡ് വർദ്ധിച്ചപ്പോൾ പണ്ടാണ് 5 പൈസ 10 പൈസയൊക്കെ കൊടുത്താൽ അവർക്ക് സന്തോഷത്തോട് പോയി. ഇപ്പൊ ബെഗേഴ്സിന് സ്റ്റാൻഡേർഡ് വന്നപ്പോൾ നമ്മൾ എത്ര കൊടുത്താലും അവരുദ്ദേശിക്കുന്നത് അവരുടെ കയ്യിൽ വന്നില്ലെങ്കിൽ അവർ they will keep begging. അപ്പോൾ പൂർ എന്ന് പറയുന്ന പദത്തെ മൂലഭാഷയുടെ അർത്ഥത്തിൽ വിശദീകരിക്കുമ്പോൾ ബൈബിൾ പറയുന്നത് ആത്മീക കാര്യങ്ങളിൽ നാം ടോക്കോസ് ആകണമെന്നാണ്. എന്താകണം? We should be tokos in our spirit. Praise the Lord. അതെങ്ങനെയാണ് നമുക്കൊരു സ്പിരിച്വൽ ഒരു പൂർണ്ണസ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തോട് ബെഗ് ചെയ്യണമെന്നുള്ള അർത്ഥമല്ല നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന ഒരു പദവുമായി അതിനെ കണക്ട് ചെയ്യാനാണ് ടോക്കോസ് എന്ന് പറയുന്ന പദം വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടത് എന്റെ കയ്യിലില്ല, അത് തരാൻ കഴിവുള്ള ഒരാളോട് എന്റെ കയ്യിൽ ഇല്ലാത്ത ഒന്നിനെ ചോദിച്ചു വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മൂലപദമാണ് ടോക്കോസ്. മനസ്സിലായോ? ഞാനത് നിങ്ങളോട് ചോദിക്കും കേട്ടോ. അതുപോലെ അല്ലെങ്കിലും അതിനോട് സിമിലർ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കണം. എന്താണ് ടോക്കോസ്? എനിക്ക് ആവശ്യമുള്ള ഒന്ന് ഇന്നാളുടെ കയ്യിലിരിക്കുന്നു, അത് അദ്ദേഹത്തോട് ചോദിച്ചു വാങ്ങിച്ചാൽ എനിക്ക് ഇപ്പോൾ എന്റെ ആവശ്യം നടത്തുവാൻ ആ വ്യക്തി പര്യാപ്തനാണ് എന്ന് ചിന്തിച്ച് ആ വ്യക്തിയോട് ഞാൻ ചോദിക്കുന്ന ആ ചോദ്യത്തെ ആണ് ടോക്കോസ് എന്ന് മൂലഭാഷയിൽ പരിഭാഷപ്പെടുന്നത്. അതാ പറഞ്ഞത് ബ്ലസ്സഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്. അടുത്ത തന്നെയാണ് they shall be filled എന്ന് എന്നാ പണം കൊടുത്തിരിക്കുന്നത്. വായിച്ചു? അങ്ങനെയാണ്. 3-ാം വാക്യം കൂടെ വായിച്ച് നോക്കി വായിച്ചു. സ്വർഗരാജ്യം. അപ്പോൾ ഇത് സ്വർഗരാജ്യവുമായിട്ട് ഇവരെ കണക്ട് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ടോക്കോസ് ആകണമെന്നാണ് ബൈബിൾ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാ സഭയിലും ഉള്ള എല്ലാ വിശ്വാസികളും
ആത്മീക വിഷയത്തിൽ ടോക്കോസ് ആകണമെന്നാണ് ബൈബിൾ ആവശ്യപ്പെടുന്നത്. ഇന്നലകളിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കാണാമെങ്കിലും എല്ലാ ആത്മീക കൂട്ടായ്മയിൽ വരുമ്പോഴും എനിക്ക് ഇന്ന് വേണ്ടത് ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലില്ല, അത് പര്യാപ്തമല്ല, അത് പ്രാപിപ്പാൻ, അത് തരുവാൻ കഴിവുള്ള ദൈവം ഇന്ന് ഈ ഫെലോഷിപ്പിൽ ഉണ്ട്, അല്ലെങ്കിൽ ദൈവം ജീവിക്കുന്നു എന്ന തിരിച്ചറിവിലൂടെ എന്നെ ഒരു ടോക്കോസ് എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ, എനിക്ക് കഴിഞ്ഞാൽ, അതിനർത്ഥം ഞാൻ വിശപ്പുള്ളവനാണ് എന്നാണ്. എനിക്ക് എന്റെ ഗോഡ്ലിനെസ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹമുള്ളവനിൽ ഉണ്ടാകേണ്ട ഒരു സവിശേഷതയാണ് വിശപ്പ് എന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. ഒന്നിനും വിശപ്പില്ലെന്ന് പറഞ്ഞൊരു സഭയുണ്ട്. ആ സഭയുടെ പേരെന്നാ? ഞങ്ങൾക്ക് ഒന്നിനും വിശപ്പില്ല, ഒന്നിനും മുട്ടില്ല. ആരാണ് പറഞ്ഞത്? അത് പറഞ്ഞില്ലേ 100% ഇമ്പോസിഷൻ ഉണ്ടാവും. ആരുടെ സഭയാണ് പറഞ്ഞത്? ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല, ഞങ്ങൾ ധനവാനാകുന്നു. ഒരു സഭക്ക് പറഞ്ഞു. അതേത് സഭയാണ്? അങ്ങനെ വല്ലതും ഉണ്ടോ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അല്ലേ, 14-ാം വാക്യമല്ലേ ലവോദിക്ക സഭയുടെ? 17 വായിച്ചു. മതി. ഇവിടെ കാണിച്ച് വായിക്കുന്നത്, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ യഥാർത്ഥ സ്ഥിതിവിശേഷത ഇവിടെ ബൈബിൾ വിശദീകരിക്കുന്നത്, നീ നിർഭാഗ്യവാനും അരിഷ്ടനും, അടുത്ത പദം കണ്ടോ, ദരിദ്രനും. ഒന്നുമില്ല എല്ലാം ഉണ്ട് എന്ന് പറയുന്നവനെ ബൈബിൾ വിളിക്കുന്നത് പൂർ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാം ഉള്ളവനെ പൂർ എന്ന് വിളിക്കാറില്ല. പക്ഷെ ആത്മീക വിഷയത്തിൽ എല്ലാം ഉണ്ട് എന്ന് പറയുന്നവനെ ബൈബിൾ വിളിക്കുന്നത് പൂർ എന്നാണ്. പൂർ ഇൻ സ്പിരിറ്റ് എന്നല്ല, അവൻ ആത്മീക കാര്യത്തിൽ പൂർ എന്ന ആ ശബ്ദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ പൂർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ ആത്മീകതയിൽ ഒട്ടും മികച്ചവനല്ലാതിരിക്കെ, ഒട്ടും പ്രാഗൽഭ്യം ഉള്ളവനല്ലാതിരിക്കെ, ഒട്ടും പ്രയോജനം ഉള്ളവനല്ലാതിരിക്കെ, ഞാൻ പ്രയോജനമുള്ളവനാണ്, ഞാൻ മാന്യനാണ്, ഞാൻ കഴിവുള്ളവനാണ്, എനിക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് സ്വയമായി ശഠിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ ലവോദിക്ക സഭയോട് താരതമ്യപ്പെടുത്തി പറയുന്നത്. ആ സഭയോട് പറയുന്നത്, നീ ധനവാൻ എന്ന് പറയുമ്പോഴും നീ ദരിദ്രനാണ്. ഈ ദൈവസഭയിൽ വിശപ്പ് വളരെ കുറഞ്ഞു വരികയാണ്. വിശപ്പില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഒരാൾക്കൊരു വിശപ്പില്ലെങ്കിൽ അതൊരു പ്രത്യേകമായ ഒരു രോഗകാരണമാണ്, അല്ലേ? നമ്മളെത്തോറും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കാര്യം ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, അതൊരു രോഗമാണ്. അത് ചികിത്സിക്കേണ്ട രോഗമാണ്, അത് ട്രീറ്റ്മെന്റ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ വിശപ്പില്ലായ്മ എന്ന് പറയുന്നത് അതൊരു ചെറിയ ഇന്നലെ വരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ വ്യാകുലപ്പെടുകയാണ്. കാര്യം എന്താണ്? അമ്മയ്ക്കറിയാം ഇവൻ വളരണമെങ്കിൽ, ഇവൻ ഉയരണമെങ്കിൽ, ഇവൻ പ്രയോജനമുള്ളവനാകണമെങ്കിൽ ഇവൻ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവനിൽ വിശപ്പുണ്ടാകണം. ആ വിശപ്പില്ലായ്മ ഒരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ചികിത്സിക്കാൻ ഒരു ഡോക്ടറിന്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. അവൻ കൺസൾട്ട് ചെയ്യപ്പെടുന്നു, അവന് പര്യാപ്തമായ മെഡിസിൻ വാങ്ങിക്കുന്നു, അവൻ ആ മെഡിസിൻ കൊടുക്കുന്നു. ആ മെഡിസിനിലൂടെ ഇന്നലെ വരെ ഉണ്ടായത് ഇപ്പോൾ നഷ്ടപ്പെട്ടതായ വിശപ്പിനെ വീണ്ടെടുക്കേണ്ടതിന് ഡോക്ടേഴ്സ് അവന് പര്യാപ്തമായ മരുന്നുകൾ നൽകുന്നു. അതിലൂടെ അവൻ വിശപ്പുള്ളവനായി തീരുന്നു. നമ്മളാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതെല്ലാം വാ തുറന്നാൽ വായിലേക്ക് ഇടും. നമ്മൾ വയറ് നിറഞ്ഞാലും കൊച്ചു കരഞ്ഞാൽ ഉടനെ ഭക്ഷണമായിട്ട് ചെല്ലുന്ന അപ്പനും അമ്മയുമുണ്ട്. ഏത് നേരവും ഭക്ഷണം കൂടെ. അവസാനം കുഞ്ഞ് ഇത് ഓവർലോഡ് ആയി കഴിയുമ്പോൾ ഇത് വൊമിറ്റ് ചെയ്ത് കളയും. അങ്ങനെ കൊച്ചിന് കൊടുക്കാൻ കഴിയുന്നത്